ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശരത്തിനെ ഒളിച്ച് താമസിപ്പിക്കാനായിട്ട് നമ്മുടെ സച്ചി ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുക. അത് കൊണ്ടുവന്നിരിക്കുന്നത് മഹേഷിൻ്റെ വീട്ടിലേക്കാട്ടോ. എന്നിട്ട് മഹേഷിനോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. എടാ, പ്രശ്നമാകാതിരിക്കുമോടാ, പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടല്ലേ നീ ഇത്രയും കാലം അത് ആരും അറിയാതെ സൂക്ഷിച്ചതെന്നുള്ള കാര്യം സച്ചിയോട് ചോദിക്കുക മഹേഷ്. അപ്പോൾ ഇതൊക്കെ കേട്ട് രേവതി ഭയങ്കര സങ്കടത്തോടെ നിൽക്കുക. എല്ലാം ഒടുവിൽ കൈവിട്ട് പോയല്ലേടാ എന്ന് മഹേഷ് ചോദിച്ചു. ഞാൻ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചടാ എന്ന് സച്ചി അന്നേരത്തേക്ക് കൂട്ടുകാരനോട് പറയുക. അമ്മയുടെ പ്രശ്നം എങ്ങനെയെങ്കിലും പറഞ്ഞു തീർക്കാം, കുറച്ച് നാൾ കഴിയുമ്പോൾ ഒക്കെ ശരിയാകും. പക്ഷേ പോലീസ് ഇവനെ അന്വേഷിക്കുന്നുണ്ടെന്നുള്ള കാര്യം പറയുക സച്ചി. അതാണ് ആകെ വിഷയമെന്നും പറഞ്ഞു. ശരത്താണെങ്കിൽ ഇങ്ങനെ വിഷമിച്ച് നിലത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുക. പോലീസ് ഇവനെ അന്വേഷിച്ച് വീട്ടിൽ വന്നായിരുന്നു എന്നും ആകെ പ്രശ്നമായെന്നും പറഞ്ഞു. ഇവനെ കൈ കിട്ടിയ അവർ അറസ്റ്റ് ചെയ്യുമെന്ന് ഉറപ്പാണെന്നും സച്ചു പറയുക. അതുകൊണ്ടാണ് പിന്നെ ആരും കാണാതെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതെന്നൊക്കെ പറയുക. അപ്പോഴേക്കും ഈ നമ്മുടെ മഹേഷിൻ്റെ ഭാര്യയ്ക്ക് അത് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ഉറപ്പായിട്ടും ഇവനെ ജയിലിൽ കൊണ്ടുപോയിടും. പിന്നീട് ജാമ്യത്തിലൊക്കെ ഇറക്കാം. എന്നാലും ജയിലിൽ പോയത് അതൊരു ബ്ലാക്ക് മാർക്ക് ആവില്ലേടാ, ഇവൻ്റെ പഠിത്തം ഭാവി എല്ലാം അവിടെ അവസാനിക്കില്ലേടാ എന്നൊക്കെ സച്ചി ഇങ്ങനെ കൂട്ടുകാരനോട് പറയുക കേട്ടോ. ഇതൊക്കെ കേട്ട് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ രേവതിയും. ഒരിക്കലും ഇവനെ ഞാൻ പോലീസിന് വിട്ടു കൊടുക്കില്ല എന്ന് സച്ചി പറയുക. എന്നിട്ട് ജയിലിൽ പറഞ്ഞയക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അതിന് വേണ്ടുന്നത് എന്താണെന്ന് ഞാൻ ചെയ്യുമെന്നും സച്ചി പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണ് നിറഞ്ഞു. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കുമെടാ, അതിന് എനിക്കൊരു എടാ അതുവരെ ഇവനിവിടെ കഴിയട്ടെ എന്നല്ലേ, അതിന് വേണ്ടിയല്ലേ നീ ഇവനെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നതെന്ന് മഹേഷ് സച്ചിയുടെ മനസ്സറിഞ്ഞ് അങ്ങോട്ട് പറയുക. ആ അതെ, അല്ല ഇവനിവിടെ താമസിപ്പിക്കുന്നത് കൊണ്ട് നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ എടാ എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, എനിക്കെന്താടാ പ്രശ്നം? പിന്നെ എടാ രേവതി എൻ്റെ സഹോദരി അല്ലേടാ, പിന്നെ ഇവരുടെ അനിയൻ എൻ്റെ അനിയനും കൂടെ അല്ലേടാ എന്നൊക്കെ ഞാൻ മഹേഷ് ചോദിച്ചു. പിന്നെ നീ ധൈര്യമായിട്ടിരിക്കാനും പറഞ്ഞു, ഇവനെ ഞങ്ങൾ നോക്കിക്കോളോടാ എന്നൊക്കെ പറഞ്ഞ് മഹേഷ് സച്ചിക്ക് ഒരു ഭയങ്കര തണലാവുക. ഒരു പോലീസിനും ഇവനെ കണ്ടെത്താനും കഴിയില്ല എന്നും പറഞ്ഞു. അതെ മഹേഷേട്ടൻ പറഞ്ഞാൽ ശരി, നിങ്ങൾ ധൈര്യമായിട്ട് ചെല്ലുക കേട്ടോ എന്ന് ആ പുള്ളിക്കാരിയും പറഞ്ഞേ. അപ്പം ചേച്ചി ബുദ്ധിമുട്ടൊന്നും ആവില്ലല്ലോ എന്ന് രേവതി ചോദിക്കുമ്പോൾ എന്ത് ബുദ്ധിമുട്ട്, സച്ചേട്ടൻ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള സഹായത്തിന് മുന്നിൽ ഒന്നുമല്ല. സച്ചേട്ടനും മഹേഷേട്ടനും തമ്മിലുള്ള ബന്ധം രേവതിക്ക് അറിയാവുന്നതല്ലേ, അവർ രണ്ടല്ല ഒന്നാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഈ ചേച്ചി ഇങ്ങനെ രേവതിയോട് പറയണു. അതൊക്കെ കേട്ടപ്പോൾ സച്ചിക്ക് ഭയങ്കര സമാധാനമായി. ശരത്ത് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയല്ലേ നിൽക്കേണ്ടത്, അവനെ ഞങ്ങൾ സ്വന്തം അനിയനെ പോലെ നോക്കിക്കൊള്ളാമെന്നും നിങ്ങൾ ധൈര്യമായിട്ട് ചെല്ലാനും ആ ചേച്ചി പറയുമ്പോൾ രേവതി ചേച്ചിയുടെ നേരെ കൈ കൂപ്പം നന്ദി പറഞ്ഞുകൊണ്ട്. നന്ദിയോ എന്തിന്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ആ ചേച്ചി പറയുമ്പോൾ ശരത്തെ നിന്റെ ഫോൺ ഇങ്ങ് തരാൻ പറഞ്ഞു. അങ്ങനെ ശരത്തിൻ്റെ ഫോൺ മേടിച്ച് സച്ചി സ്വിച്ച് ഓഫ് ആക്കി വെച്ചു. പിന്നെ നിനക്കിനി ഞങ്ങളെ ആരെങ്കിലും വിളിക്കണമെങ്കിൽ മഹേഷിൻ്റെ നമ്പറിൽ നിന്ന് വിളിച്ചാൽ മതി, മഹേഷ നീ ഇത് കയ്യിൽ വെച്ചോളാൻ പറഞ്ഞ് അങ്ങനെ ശരത്തിൻ്റെ ഫോൺ മഹേഷിൻ്റെ കയ്യിലും കൊടുത്തു. അപ്പോഴത്തേക്കും സച്ചേട്ടാ എന്ന് പറഞ്ഞ് ശരത്ത് അങ്ങ് ചെന്നു. സച്ചേട്ടാ ഞാൻ സ്റ്റേഷനിൽ പോയി കീഴടങ്ങിക്കോളാമെന്ന് ശരത്ത് പറയുക. അപ്പോഴേക്കും രേവതിയൊക്കെ സങ്കടത്തോടെ ഇങ്ങനെ നോക്കുക. എനിക്ക് വേണ്ടി എനിക്ക് ചുറ്റും ഇവരിങ്ങനെ വേദനിക്കുന്നത് കാണാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് ശരത്ത് സച്ചിയോട് പറയുമ്പോൾ നിൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരവസ്ഥ ഉണ്ടാവാൻ അദ്ദേഹം സമ്മതിക്കോ? അങ്ങനെ ഉണ്ടായാൽ തന്നെ അദ്ദേഹം ആദ്യം പിടിച്ചു വരില്ലേടാ. ഇപ്പോൾ അച്ഛനില്ലെങ്കിലും ഈ ഏട്ടനുണ്ടടാ നിൻ്റെ കൂടെ, അച്ഛൻ്റെ സ്ഥാനത്ത് ഈ ഏട്ടനുണ്ടടാ, ഒരു പോലീസിന് ഞാൻ വിട്ടുകൊടുക്കില്ലടാ, ഈ ഏട്ടനുണ്ടടാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ ഏട്ടാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ശരത്ത് ഭയങ്കര കരച്ചിൽ. എൻ്റെ സച്ചേട്ടനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതെ നീ പിടിക്കപ്പെടാതിരിക്കാനല്ലേടാ ഞങ്ങൾ ഓടുന്നേ, നീ ധൈര്യമായിട്ടിരിക്കടാ ചേട്ടനല്ലേ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് സച്ചി അവനെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുക. നിനക്കൊരു ആപത്ത് വന്നാൽ അത് ഇവർക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ലടാ, ഈ ഏട്ടനും സഹിക്കാൻ പറ്റത്തില്ലടാ എന്നൊക്കെ സച്ചി പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. രേവതി ദേ നീ ഇവനും കൂടെ അകത്തേക്ക് പോ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി പറയാം. അപ്പോൾ ചേച്ചി സങ്കടപ്പെടരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരത്ത് രേവതിയും സമാധാനിപ്പിക്കാം. ഇല്ലടാ മോനെ നീ വാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേവതിയും ശരത്തും കൂടെ അകത്തേക്ക് ചെല്ലുമ്പോൾ ഇവനെയും കൊണ്ട് അകത്തേക്ക് പോകാൻ പറഞ്ഞു മഹേഷ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അകത്തേക്ക് കയറും. 3 പേരും കൂടി അകത്തേക്ക് കയറിപ്പോയി. അവരും അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ സച്ചി ഇങ്ങനെ സങ്കടപ്പെട്ട് പുറത്ത് നിൽക്കുക. അപ്പോൾ മഹേഷ് എടാ സച്ചി നീ വരുന്നില്ലേടാ എന്ന് ചോദിച്ചു. ഉള്ളിൽ വേദനിക്കുന്നവരുടെ മനസ്സറിയാടാ എനിക്ക്, അവിടെ ഒക്കെ തകർന്ന മട്ടാടാ എന്നൊക്കെ പറയുമ്പോൾ എന്താടാ അവൻ വലിയ കടുങ്കയും കാണിക്കോടാ എന്നൊക്കെ ചോദിച്ച് മഹേഷ്. ഞാൻ നിന്നോട് പറഞ്ഞതേ ഉള്ളൂ, നീ സൂക്ഷിക്കണേടാ, നന്നായി ശ്രദ്ധിക്കണേടാ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഒരു കണ്ണ് എപ്പോഴും അവൻ്റെ മേൽ വേണമെന്നും സച്ചി പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇത് കേട്ടോണ്ടാ രേവതി ഇറങ്ങി വരുന്നത്. അപ്പം ഞാൻ ശ്രദ്ധിച്ചോളാടാ, നീ ധൈര്യമായിട്ടിരിക്കുന്ന മഹേഷ് സച്ചിയോട് പറഞ്ഞു. അവൻ എന്തെങ്കിലും അവിവേകം കാണിച്ചാൽ പിന്നെ ആ കുടുംബം തന്നെ തകർന്നു പോകുകടാ, അതുകൊണ്ടാണ് ഞാൻ പറയണേന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ പറയുക കേട്ടോ. അതെല്ലാം കേട്ട് രേവതിയുടെ കണ്ണുകളിങ്ങനെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക. പിന്നെ എൻ്റെ രേവതിയെപ്പോലും എനിക്ക് കിട്ടില്ലടാ എന്നും പറഞ്ഞു. അപ്പോൾ സച്ചി എത്രത്തോളം കരുതുന്നുണ്ട് ഇവരുടെ കാര്യത്തിലെന്നുള്ള കാര്യം രേവതിക്ക് മനസ്സിലായി.
അപ്പോൾ സച്ചി ഇതും പറഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ രേവതി നിൽക്കുന്നത് കണ്ടു. അപ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോൾ വാ രേവതി നമുക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയെ വിളിച്ചുകൊണ്ട് അങ്ങ് പോകും. അങ്ങനെ അവർ പോകുന്നത് ജനലിലൂടെ ശരത്ത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും ഇങ്ങനെ പോരുന്നു. അപ്പോൾ ഇവരിങ്ങനെ പോകുന്നപ്പോൾ രേവതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ രേവതി ഇങ്ങനെ സങ്കടപ്പെട്ട് മിണ്ടാതിരിക്കുക. നീ എന്തിനാ ഒന്നും മിണ്ടാതിരിക്കുന്നതെന്ന് സച്ചി അന്നേരം ചോദിച്ചു. അവൻ്റെ കാര്യം ഓർത്തിട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണോ? അതൊന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട. അവന് നല്ലത് വരണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ അത് മനസ്സിലാക്കാൻ അവൻ കുറച്ച് വൈകിപ്പോയി എന്ന് സച്ചി രേവതിയോട് പറയണു. അത് കേട്ടപ്പോൾ രേവതിക്ക് സങ്കടം സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അവനാണ് അമ്മയുടെ കാശ് മോഷ്ടിച്ചതെന്നുള്ള സത്യം ആരോടും പറയില്ല എന്ന് ഞാൻ തീരുമാനിച്ചതായിരുന്നു എന്നും എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ ആരും അതറിയാൻ പോകുന്നുണ്ടായിരുന്നില്ല എന്നും സച്ചി രേവതിയോട് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് രേവതി ഒന്നും മിണ്ടുന്നില്ല. സങ്കടത്തോടെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. രേവതിക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് പോലും അറിയില്ല. അങ്ങനെ അതും പറഞ്ഞ് ഇവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ രേവതി അതെ എന്നും പറഞ്ഞുകൊണ്ട് വേഗം പുറകിലേക്ക് ഒരു കവർ എടുത്ത് നോക്കി. അപ്പോൾ ആ കവറിൽ എന്താ ഉള്ളത്? അപ്പോൾ ആ കവറിലുള്ള പുതിയ ഫോൺ എന്താ സച്ചിക്ക് ആ ഫോൺ കൊടുക്കാൻ വേണ്ടിയാണ് രേവതി. അപ്പോൾ ഇതെന്താ രേവതി എന്ന് ചോദിച്ചത്? ഞാൻ സച്ചേന് വേണ്ടി ഒരു ഫോൺ മേടിച്ചാണെന്ന് പറയും. നീ എന്ത് പണിയാണ് രേവതി കാണിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് സച്ചി എന്നിട്ട് വണ്ടി ഒരു സൈഡിൽ കൊണ്ടു നിർത്തി. ഈ പ്രശ്നത്തിനിടയിൽ നീ ഇപ്പോൾ ഫോൺ വാങ്ങിയോ? എന്തിനാ ഇത് എന്നൊക്കെ ചോദിക്കുമ്പം സച്ചേട്ടനൊരു ഫോൺ വേണ്ടേന്ന് ചോദിച്ചു രേവതി. ഫോണില്ലാണ്ട് ഇപ്പോൾ എങ്ങനെയാണ് ശരിയാവുകയെന്നും രേവതി സച്ചിയോട് ചോദിക്കാം. ഈ പ്രശ്നം അറിയുന്നതിന് മുന്നേ ഞാൻ ശരത്തിനെയും കൂട്ടി പോയി വാങ്ങിച്ചതാണെന്ന കാര്യമൊക്കെ രേവതി ഇങ്ങനെ പറഞ്ഞു. സന്തോഷത്തോടെ ഒരു സർപ്രൈസായിട്ട് തരണമെന്നാണ് ഞാൻ കരുതിയതെന്നും പക്ഷേ അതിങ്ങനെയായി എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ രേവതി, ഞാൻ വാങ്ങിക്കുമായിരുന്നല്ലോ എന്ന് സച്ചി രേവതിയോട്. എനിക്ക് വാങ്ങിച്ച് തരണമെന്നുണ്ടായിരുന്നു സച്ചേട്ടാ, അതുകൊണ്ടാണ് ഞാൻ പോയി വാങ്ങിച്ചതെന്ന് രേവതി സച്ചിയോട് പറയുവാണ്. ഇത് വാങ്ങിക്കും സച്ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് രേവതി സച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തു. സച്ചി എന്നിട്ട് ഈ ഫോൺ വാങ്ങിച്ച് നോക്കി. ഫോൺ വാങ്ങിക്കുമ്പോൾ പിടയുന്നത് എൻ്റെ നെഞ്ചായിരുന്നു എന്ന് രേവതി ഇങ്ങനെ പറയാം കേട്ടോ. കാരണം സച്ചിയുടെ ഫോൺ പോയതല്ലേ, സച്ചിയുടെ സങ്കടം ഓർത്തിട്ടേ. അപ്പോൾ അങ്ങനെ രേവതിയുടെ ആ സ്നേഹമൊക്കെ മനസ്സിലാക്കി സച്ചി ഇങ്ങനെ ഇരിക്കുന്നു. ആ വീഡിയോ സച്ചേട്ടൻ ആരെയും കാണിച്ചിട്ടില്ല, ആരോടും അതിനെപ്പറ്റി പറഞ്ഞിട്ടുമില്ല. ആ വീഡിയോ ഒരിക്കലും പുറത്തു വരരുത് എന്ന് ആഗ്രഹിച്ചതാ. പിന്നെ എന്തിനാ ആ ഫോണിൽ അത് വെച്ചോണ്ടിരുന്നേ? അത് അന്നേ ഡിലീറ്റ് ചെയ്യായിരുന്നില്ലേ എന്ന് രേവതി ചോദിക്കുമ്പം ഡിലീറ്റ് ചെയ്യാൻ നോക്കിയതാ, മഹേഷ് പറഞ്ഞിട്ടാണ് ഞാനത് ഡിലീറ്റ് ചെയ്യാതിരുന്നത് എന്ന് പറഞ്ഞു. അതെന്താ മഹേഷേട്ടൻ അങ്ങനെ പറഞ്ഞു എന്ന് രേവതി അന്നേരം ചോദിച്ചു. ശരത്തിന് നേർവഴിക്ക് നടത്താൻ ഇത് നിന്റെ കയ്യിലുണ്ടാവുന്നത് നല്ലതാണെന്ന് പറഞ്ഞു അവനെന്ന കാര്യം സച്ചി ഇങ്ങനെ പറഞ്ഞു കേട്ടോ. നിന്റെ കയ്യിൽ ഈ വീഡിയോ ഉള്ളത് ശരത്തിനറിയാം. അപ്പോൾ വീണ്ടും അവൻ തെറ്റ് ചെയ്താൽ നീ ഇത് പുറത്ത് വിടുമെന്നുള്ളൊരു ഭയം അവനുണ്ടാവും. അത് നല്ലതല്ലേ? അതുകൊണ്ട് അവൻ ഇനി തെറ്റ് ചെയ്യില്ല എന്ന് മഹേഷ് എന്നോട് പറഞ്ഞു എന്ന് സച്ചി പറയാം. അത് ശരിയാണെന്ന് എനിക്കും തോന്നി. പിന്നെ അവൻ്റെ കൈ ഓടിച്ചതിനും അവനെ വഴക്ക് പറഞ്ഞതിനും എന്താ കാരണം എന്നുള്ളതിനൊരു തെളിവും വേണ്ടായിരുന്നു എന്നും സച്ചി രേവതിയോട് ചോദിക്കാട്ടോ. അതുകൊണ്ടാണ് അന്ന് ഞാനത് ഫോണിൽ സൂക്ഷിക്കാമെന്ന് തീരുമാനിച്ചതെന്നും പറഞ്ഞു. പക്ഷേ അത് പുറത്തു പോയി. ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നും പറഞ്ഞു. ഇതുപോലൊക്കെ സംഭവിക്കുമെന്ന് കരുതിയിട്ടല്ലല്ലോ നമ്മൾ ഓരോന്ന് ചെയ്യുന്നതെന്നും സച്ചി രേവതിയോട് പറയുവാണ്. രേവതി, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഫോൺ എൻ്റെ കയ്യിലുണ്ടായിരുന്നപ്പോൾ ഈ വീഡിയോ ഒരിക്കലും വെളിയിൽ വന്നിട്ടില്ല. ഫോൺ കാണാതായതിൻ്റെ അടുത്ത ദിവസം തന്നെ ഈ വീഡിയോ ലീക്കായി. ഇതാരോ പ്ലാൻ ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്കും അത് അങ്ങനെ തന്നെ ചേട്ടാ തോന്നുന്നതെന്ന് രേവതിയും പറഞ്ഞു. എനിക്കൊരാളെ സംശയം ഉണ്ടെന്ന് പറയുമ്പം അവനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവനായിരുന്നെങ്കിൽ ശരത്താണ് കാശ് മോഷ്ടിച്ചതെന്നുള്ള കാര്യം മുന്നേ പറയാമായിരുന്നില്ലേന്ന് ചോദിച്ചു. പിന്നെ ഇതിൻ്റെ പിന്നിൽ വേറെ ആരാണെന്ന് പറയുമ്പം ആൻ്റണി അല്ലാണ്ട് പിന്നെ ഇത് ആര് ചെയ്യാനാ? അങ്ങനെ ചെയ്തിട്ട് അവർക്ക് എന്താ ലാഭം എന്നൊക്കെ ചോദിക്കുമ്പം അവർക്ക് ലാഭമില്ലെങ്കിലും നമുക്ക് നഷ്ടം ഉണ്ടാകാൻ വേണ്ടി ചെയ്യാമല്ലോ രേവതി. നമ്മളോട് ശത്രുതയുള്ള ആരോ ആണിത് ചെയ്തതെന്നുള്ള കാര്യം സച്ചി ഇങ്ങനെ പറയുമ്പോൾ അത് ആരായിരിക്കും എന്ന് ചോദിച്ചു രേവതിയെ. അത് നമ്മൾ കണ്ടുപിടിക്കണമെന്ന് സച്ചി പറയാം. അത് കണ്ടുപിടിച്ചാൽ പിന്നെ അവനെ വെറുതെ വിടില്ല. അപ്പോൾ ശരത്തിനെതിരെ അമ്മ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കാതിരിക്കണം. നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. അമ്മ കംപ്ലയിൻറ്റ് കൊടുത്താൽ ആകെ പ്രശ്നമാകും. അമ്മ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. നമ്മൾ പറഞ്ഞാൽ അമ്മ കേൾക്കുമോ? അമ്മ വാളെടുത്തിരിക്കുകയാണെന്ന കാര്യം പറയുമ്പം എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കാട്ടോ രേവതി. വീട്ടിലേക്കാണെങ്കിൽ വരാൻ പോലും തോന്നുന്നില്ല. ഞാൻ എങ്ങനെ എല്ലാവരുടെയും മുഖത്ത് നോക്കും? എല്ലാവരും എന്നെ കളിയാക്കില്ലേ? അച്ഛനോട് ഞാൻ എന്തു പറയും സച്ചേട്ടാ? അപ്പം നീ അല്ലല്ലോ തെറ്റ് ചെയ്തത്. പിന്നെ നീ എന്തിനാ ചുമ്മാ ടെൻഷനാവുന്നേ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അച്ഛൻ്റെ കാര്യം പറഞ്ഞാൽ എന്താ മനസ്സിലാവാത്തതാണോ എന്നൊക്കെ ചോദിച്ച് നമുക്കെതിരെ നല്ലൊരു ആയുധം കിട്ടിയിരിക്കല്ലേ അമ്മയ്ക്ക്. അത് അവരെന്തായാലും ഉപയോഗിക്കുന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞു. നമ്മൾ കരുതിയിരിക്കണം രേവതി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സച്ചി പറയാട്ടോ. അങ്ങനെ അതും പറഞ്ഞ് സച്ചി രേവതിയും കൊണ്ട് വീട്ടിലേക്ക് പോകുന്നു. ചന്ദ്രയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് അവിടെ ഇരിക്കുന്നു. എല്ലാവരും ചന്ദ്രയുടെ ചുറ്റിനും ഇരിപ്പുണ്ട്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ശ്രീകാന്ത് ശരത്തിൻ്റെ കൂട്ടുകെട്ട് അത്ര ശരിയല്ല, എന്നാൽ അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആരും കരുതത്തില്ല, അത്രയ്ക്കായിരുന്നു ആ വീട്ടുകാരുടെ അഭിനയം. അറിയാവോ എന്നൊക്കെ ചോദിച്ചു. അച്ഛനൊന്നും മിണ്ടുന്നില്ല കേട്ടോ, ഒന്നും മിണ്ടാനില്ല അദ്ദേഹത്തിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഗോഷ്ഠികൾ കാണിച്ചുകൊണ്ടിരിക്കുക സുധി. അപ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടെ ചെല്ലുന്നത്. അപ്പോൾ രേവതിക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പോലും ബുദ്ധിമുട്ട്. സച്ചി എന്നിട്ട് വണ്ടി തുറന്നു കൊടുത്ത് ഇറങ്ങാൻ പറഞ്ഞു. എന്നിട്ട് രേവതിയുടെ കയ്യും പിടിച്ച് കയറിക്കൊണ്ട് വരിക. അപ്പോൾ
ചന്ദ്രമതി തുള്ളിച്ചാടി അങ്ങോട്ടേക്ക് ചെന്നു. ഇവളെ എന്തിനാണ് അങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. ഇത് ഇവളുടെയും കൂടെ വീടല്ലേ എന്ന് സച്ചി ചോദിക്കും. ഇവളുടെ വീടോ? ഇത് എൻ്റെ വീടാടാ. നിനക്കെന്താടാ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേടാ എന്ന് ചോദിച്ചു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ ഇവളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരരുതെന്ന്. അപ്പോൾ രേവതി സച്ചിയുടെ ഭാര്യയാണെങ്കിൽ അവൾ ഇവിടെ തന്നെ താമസിക്കുന്നത് ഞാനും പറഞ്ഞില്ലായിരുന്നു എന്ന് സച്ചി എന്തായാലും ചോദിച്ചു. ഇതൊക്കെ കേട്ട അച്ഛൻ ഇങ്ങനെ നിസ്സഹായനായിട്ട് അവിടെ ഇരിക്കുവാണ്. മാ രേവതി എന്ന് പറഞ്ഞ രേവതിയും കൂട്ടിക്കൊണ്ട് പോകും. നിൽക്ക് നീ എവിടെ കയറി പോവാ, വീടിന് വെളിയിൽ പൊടി എന്ന് പറഞ്ഞു ചന്ദ്ര. അപ്പം മാറിക്കടാ, അമ്മ മാറിക്കാൻ പറഞ്ഞു. എടാ പട്ടപ്പകൽ ഇവളുടെ അനിയൻ എൻ്റെ കാശ് മോഷ്ടിച്ചു, കുടുംബം ഒന്നടങ്കം അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കും അത്, എന്നിട്ടും നീ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരികയാണോ എന്ന് ചന്ദ്ര ചോദിക്കാട്ടോ. രേവതി ഒന്നും മിണ്ടാതെ നിൽക്കുക. അപ്പം അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, അതല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതിലേക്ക് വെറുതെ കുടുംബത്തെ വലിച്ചഴിക്കരുത്, എനിക്ക് സഹിക്കത്തില്ല എന്ന് പറഞ്ഞു സച്ചി ചന്ദ്രയോടെ. എന്ന് പറഞ്ഞ് നിൽക്കുവാണ് അന്നേരം ചന്ദ്ര. അപ്പം സുധി കണ്ടോ എന്ന് പറഞ്ഞ് നിൽക്കുക. രേവതി ഇവരുടെ അമ്മ അനിയത്തി ഒരു തെറ്റും ചെയ്തിട്ടില്ല, രേവതി ഇവിടെ തന്നെ താമസിക്കുമെന്ന് സച്ചി പറഞ്ഞു. അത് തടയാനേ ആർക്കും കഴിയില്ല, ഇവളുടെ കഴുത്തിന് പിടിച്ചാൽ വെളിയിൽ തള്ളും, ഇറങ്ങടി വിടുന്നെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് പോയേക്കരുത് വിളയെന്ന് പറഞ്ഞുകൊണ്ട് ചെന്നില്ലേ ചന്ദ്രയുടെ നേർക്കാൻ നമ്മുടെ സച്ചി ഷൂന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ. അപ്പോഴത്തേക്ക് ശ്രുതി കോർക്കുന്നു പറഞ്ഞ് അവിടെ അങ്ങനെ നിൽക്കുക. അപ്പോൾ വർഷയ്ക്കൊക്കെ ആകെ ടെൻഷനായി. ചന്ദ്രയുടെ മുന്നിൽ കൂടെ സച്ചി രേവതിയുടെ കൈയും പിടിച്ച് അകത്തേക്ക് കയറുമ്പോൾ നിൽക്കട അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുക ഈ ചന്ദ്ര. അപ്പോൾ അച്ഛനോട് നടന്നത് എന്താണെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞു സച്ചി. അപ്പോൾ നീ എന്തിനാ പറയുന്നത്, എന്താ നടന്നതെന്ന് നാട് മുഴുവൻ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു ചന്ദ്ര. ഒന്ന് മിണ്ടായിരിക്കാൻ പറഞ്ഞു സച്ചി. ചന്ദ്രൻ ദേഷ്യപ്പെട്ട് ശരത്ത് മുന്നേ ഈ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ വെച്ച് നടന്ന കാശ് കാണുന്നില്ല എന്നും പറഞ്ഞ് അവനെ തടഞ്ഞു നിർത്തി ഈ ഓട്ടക്കാരനും ഭാര്യയും കൂടെ അവനെ ഒന്ന് പരിശോധിച്ച് അച്ഛൻ ഓർക്കുന്നില്ലേ, അവനെ എന്ന് തല്ലി കാശ് നീയാ മോഷ്ടിച്ചതെന്നും പറഞ്ഞ് ഈ അമ്മയും ഇവരും കൂടി അവനെ ഒരുപാട് അപമാനിച്ചില്ലേ, കള്ളനാക്കിയില്ലേ. അപ്പോൾ അച്ഛൻ ഇങ്ങനെ നോക്കുമോ സച്ചിയുടെ നേരെ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോൾ ശ്രുതിക്ക് അന്നേരം എന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പോൾ ഹണിമൂണിന് പോകാനും മറ്റോ കാശ് അമ്മ ഇവന് കൊടുത്തതാ. ഒടുക്കം ആ കാര്യം ഓർമ്മയില്ലെന്ന് പറയുമ്പം ഇവർ പറഞ്ഞില്ലേ അച്ഛാ, ഓർമ്മയുണ്ടായിട്ട് പോലും അവനെ കള്ളനാക്കാൻ വേണ്ടി ഇവർ ഒത്തു കളിച്ചതാണെന്ന് പോലും എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്ന് സച്ചി പറയുകയാണ്. ചന്ദ്ര അന്നേരം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞപ്പോഴേ അന്ന് അമ്മ അവനെ കള്ളനെന്ന് വിളിച്ചു, തെറ്റ് ചെയ്യാത്തവനെ തെറ്റുകാരനാക്കി. അച്ഛാ ദേ ഒരു ചെറിയ പയ്യനല്ലേ അച്ഛാ അവൻ്റെ മനസ്സിൽ അതൊരു കനലായിട്ട് കിടക്കുകയായിരുന്നു എന്ന കാര്യം സച്ചി അച്ഛനോട് പറയുക. ഇങ്ങനെയൊക്കെ ചെയ്ത ആർക്കായാലും ദേഷ്യം വരില്ലേ അച്ഛാ. അപ്പോൾ അച്ഛാ ആ ഒരു ദേഷ്യത്തിന് അവൻ അമ്മയുടെ കാശ് മോഷ്ടിച്ചതാണെന്നുള്ള കാര്യം സച്ചി അച്ഛനോട് പറയുവാണ്. എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് ഗോഷ്ടി കാണിക്കുന്നത്. അപ്പം എപ്പോൾ എങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് സുധി അറിഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ മോഷ്ടിച്ച കാശ് അവൻ തിരികെ കൊടുത്തിരുന്ന വെച്ചാൽ അന്ന് പോലീസ് ഏൽപ്പിച്ചു എന്നും പറഞ്ഞ് ഞാൻ അമ്മയ്ക്ക് കാശ് കൊടുത്തിരുന്നില്ലേ, അത് ആ കാശാണെന്ന കാര്യം സച്ചി ഇങ്ങനെ പറയുന്നു. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. തെറ്റ് തന്നെയാണ് അച്ഛാ, അവൻ ചെയ്തത് വളരെ വലിയ തെറ്റ് തന്നെയാണ്. ഞാൻ അവനെ ന്യായീകരിക്കുന്നതോ ഒന്നും പറയുന്നതോ ഒന്നും അല്ല. പക്ഷേ അന്ന് അവൻ്റെ ദേഷ്യത്തിന് അവൻ ചെയ്തു പോയതാ, അല്ലാതെ അവനൊരു കള്ളനൊന്നും അല്ല എന്ന് പറഞ്ഞു. നമ്മുടെ കുടുംബത്തോട് അവനൊരു ദേഷ്യവും ഇല്ലാന്ന കാര്യവും പറഞ്ഞു. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ നിലത്തേക്ക് നോക്കിയിരിക്കുക കേട്ടോ. കിട്ടിയ അവസരം എങ്ങനെയെങ്കിലും ചന്ദ്രയെ കൊണ്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ശ്രുതി ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞത് ഇവരൊക്കെയല്ലേ അച്ഛാ തെറ്റ് ചെയ്തതെന്ന് സച്ചി ചോദിച്ചു. അവൻ അങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം തന്നെ ഇവൻ ഒറ്റ ഒരുത്തനല്ലേ അച്ഛാന്ന് ചോദിച്ചു ശ്രുതി. അപ്പോൾ അത് കൊള്ളാം, നിന്റെ അളിയനെ രക്ഷിക്കാൻ വേണ്ടി കുറ്റം നേരെ എൻ്റെ തലയിലേക്ക് വെച്ച് കിട്ടുകയാണോ, നീ കൊള്ളാലോടാ, കൊള്ളാം, നന്നായിരിക്കുന്നു, ഭംഗിയായിട്ടുണ്ടടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ശ്രുതി തടി തപ്പുമ്പം അവൻ എൻ്റെ കാശ് മോഷ്ടിച്ചതിൽ നിനക്ക് ഒരു പ്രശ്നമില്ല അല്ലേടാ എന്ന് ചന്ദ്ര ചോദിച്ചു. നീ എന്തിനാണ് അവനിങ്ങനെ വക്കാലത്ത് പറയാൻ പോകുന്നതെന്ന് ചന്ദ്ര ചോദിക്കുമ്പം അച്ഛാ ഈ വിഷയം എനിക്ക് നേരത്തെ അറിയായിരുന്നു എന്ന് സച്ചി പറയാം. അപ്പോഴേക്കും ഇവരെല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കൂട്ടോ. അറിയായിരുന്നു അപ്പോൾ സച്ചേട്ടൻ എന്താ പറഞ്ഞേ, ഇത് നേരത്തെ അറിയായിരുന്നോ എന്ന് ശ്രീകാന്ത് ചോദിക്കും. അപ്പോൾ സച്ചി പറഞ്ഞു അതെ എനിക്ക് എല്ലാം, ഞാൻ എല്ലാം മനസ്സിലാക്കിയതാണെന്ന് കാര്യവും പറയാം. അന്ന് ശരത്തിൻ്റെ കൈ പിടിച്ച് ഓടിച്ചതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സച്ചി ഇങ്ങനെ പറയുക. അപ്പോൾ എൻ്റെ ഫോണിൽ അതിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു, എൻ്റെ ഫോണിൽ നിന്ന് അത് പോയിരിക്കുന്നത്, എൻ്റെ ഫോൺ കാണാതെ പോയത് ആരോ മനഃപൂർവ്വം എടുത്തതാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. ഇവനെന്തൊരു ദ്രോഹിയാന്ന് സുധി അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറയാം കേട്ടോ. അപ്പം എല്ലാം അറിഞ്ഞിട്ടും നീ ഇത്രയും കാലം മിണ്ടാതിരിക്കായിരുന്നല്ലേടാ എന്ന് ചന്ദ്ര ചോദിക്കാം. ഓഹോ, നീ അറിഞ്ഞെങ്കിൽ ഇവളും അറിഞ്ഞു കാണുമല്ലോ, അപ്പോൾ ഒന്നും അറിയാത്തതുപോലെ നീ അഭിനയിക്കുമായിരുന്നല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്ര രേവതിയുടെ നേരെ ചാടി. അന്നേരം മിണ്ടിപ്പോകരുത്, നിങ്ങൾ എല്ലാത്തിനും കാരണം നിങ്ങളാണെന്ന് സച്ചി ചന്ദ്രയോട് പറഞ്ഞു. ഇവരിങ്ങനെ ചെയ്യാൻ തന്നെ കാരണം നിങ്ങൾ ഒറ്റയൊരുത്തിയാണെന്നും ചന്ദ്രയുടെ മുഖത്ത് നോക്കി പറയണു സച്ചി. അപ്പോൾ സച്ചി എന്ത് കാരണം പറഞ്ഞാലും ശരത്ത് ചെയ്തത് തെറ്റല്ലാതെ ആവില്ല എന്ന് രവിയേട്ടൻ അന്നേരം പറഞ്ഞു. ചന്ദ്രയ്ക്ക് സമാധാനമായി. നിന്റെ അമ്മ ചെയ്തത് തെറ്റായിരിക്കാം, പക്ഷേ രേവതിയുടെ അനിയൻ ചെയ്തത് അതിനേക്കാളും വലിയ തെറ്റല്ലേ എന്ന് അച്ഛൻ ചോദിച്ചു. എന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ രേവതിക്ക് ഭയങ്കര ടെൻഷൻ, വിഷമം. ഒരിക്കലും ഞാനതിനെ ന്യായീകരിക്കില്ല എന്ന് രവിയേട്ടൻ. അപ്പോൾ ശരിക്കും അവന് ശിക്ഷ കിട്ടേണ്ട തെറ്റ് തന്നെയാണ് അവൻ ചെയ്തത്. അപ്പോൾ അവൻ നടത്തിയത് എന്താ, മോഷണമാണെന്ന് വർഷയും
അവനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വർഷ പറഞ്ഞത് ശരിയാ, അങ്കിളിൻ്റെ കാശ് എടുത്തതിന് ദിവസവും സുധിയെ കുറ്റപ്പെടുത്താറുണ്ടല്ലോ ഇല്ലേ? സുധി എടുത്ത കാശ് മാസാമാസം 50,000 രൂപ വെച്ച് തിരികെ കൊടുക്കാമെന്നും പറഞ്ഞിരുന്നു. അതിനൊരു ന്യായമുണ്ട്, അന്തസ്സും ഉണ്ടെന്നും ശ്രുതി. നിന്റെ അളിയൻ ചെയ്തത് എന്താണ് ചോദിക്കുമ്പം, ഓ അത് ശരി, നിന്റെ കെട്ടിയൻ കാശ് എടുത്തോണ്ട് ഓടിയാ അതിന് ന്യായം ഉണ്ടല്ലേ? ഒരു ചെറിയ പയ്യൻ വന്നിപ്പോൾ കാശ് എടുത്തു എന്നും പറഞ്ഞ് അവനെ നിങ്ങൾ അപമാനിച്ചു, കള്ളനാക്കി, നീ അവനെ അടിച്ചു. ആ ദേഷ്യത്തിനാ അവനൊന്ന് കാശെടുത്തത്. അതിൽ ന്യായമൊന്നും നിനക്ക് കാണാൻ പറ്റത്തില്ല അല്ലേ എന്ന് സച്ചി ചോദിക്കുക കേട്ടോ. അങ്ങനെ ഇവർ ഈ ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. അപ്പോൾ ഇതൊന്നുമല്ല, ശരത്തിനെ കൊണ്ട് ആൻറ്റിയോട് ക്ഷമ പറയിപ്പിക്കുകയാണ് വേണ്ടത്, അല്ലാതെ കാശ് മോഷ്ടിക്കുകയല്ലായിരുന്നു വേണ്ടിയിരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷം ഇങ്ങനെ അവിടെ നിന്ന് പറയുന്നു. ശരത്ത് ഇങ്ങനെ ചെയ്യുന്നു ഞാൻ കരുതിയില്ല എന്ന് ശ്രീകാന്തും. അവൻ രേവതി അടുത്തിയുടെ ലൈഫിനെ പറ്റി ആലോചിച്ചില്ലല്ലോ. അപ്പോൾ എടാ എന്ന് പറഞ്ഞ സച്ചി, അവൻ അമ്മയുടെ കയ്യിൽ നിന്ന് കാശ് മോഷ്ടിച്ചത് ഒട്ടും ശരിയായ കാര്യമല്ല, അമ്മ പറയുന്നതിലും കാര്യമുണ്ടെന്ന് ശ്രീകാന്ത്. അന്നേരം എൻ്റെ അനിയൻ ചെയ്തത് തെറ്റാ, അവന് വേണ്ടി ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണെന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ രേവതി കൈ കൂപ്പുന്നു. എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഇവരോട് എല്ലാവരോടും മാപ്പ് അപേക്ഷിക്കുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥയെ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. See you again. Take care. Bye bye. Ta-ta.